ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ആ യാത്രയ്ക്കൊരു പ്രത്യേകത എന്നാൽ നമ്മൾ ചെറിയ ബോട്ടുകളിലായിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് വെള്ളത്തിലൂടെ. ഈ തായ്ലൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ബോട്ടിൽ പോയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, ഈ മാർക്കറ്റിലൂടെ സഞ്ചരിക്കാം. ഒരു വേറിട്ട കാഴ്ചകൾ തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്ക് സമ്മാനിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം പല കാഴ്ചകൾ നമ്മൾ കണ്ടു. തായ്ലൻഡിൻ്റെ സംസ്കാരം, ട്രഡീഷണൽ സംഭവങ്ങൾ, കാര്യങ്ങൾ എല്ലാം, ഇപ്പോൾ ഡ്രസ്സായാലും എല്ലാ കാര്യങ്ങളും, ഫുഡായാലും എല്ലാം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇവിടെ ഉള്ളൊരു പ്രത്യേക നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിനെയൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ട്. നമുക്കും വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം, പക്ഷേ ഞാനൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ക്രൊക്കോഡൈൽ ഫ്രൈ, അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബോട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ മറ്റേ ബോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന നമുക്ക് കാണാം. യാത്രപരമായിട്ട് അവർ കടന്നു പോകുന്നത് നമുക്ക് കാണാം. കണ്ടില്ലത് ഈ മാർക്കറ്റ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നല്ല രസമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കുറേ നല്ല കളർഫുൾ സംഭവങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. ഡ്രീം ക്യാച്ചർ, അതേപോലെ നല്ല ഭംഗിയിൽ രാത്രി അത് കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റ്സ് എല്ലാം ഹാങ് ചെയ്ത് നല്ല ഫുൾ കളർഫുൾ അറ്റ്മോസ്ഫിയർ, നല്ല ഭംഗിയായിരുന്നു. ചെറിയ ചെറിയ ക്രാഫ്റ്റ്സ് അവർ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഈ ബോട്ടിലൊക്കെ പല കച്ചവടങ്ങൾ നടക്കിട്ട്, ഹാൻഡിക്രാഫ്റ്റ്സ്, പിന്നെ ചായ, അങ്ങനെ പലതും. നമ്മൾക്ക് ഇറങ്ങാൻ സമയമായെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അതൊക്കെ പല കുക്കിംഗ് ഏരിയാസാണ്. ഓരോ ഷോപ്പുകളാണ് നമ്മൾ ഈ രണ്ട് ഭാഗത്തും കാണുന്നത്. ചെറിയ ചെറിയ കച്ചവടങ്ങൾ. ഇതിൻ്റെ ഉള്ളിലൂടെ പോയാൽ നമുക്ക് പലതും ടേസ്റ്റ് ചെയ്യാം. തായ്ലൻഡ് ഫുഡ്സ് നമ്മൾ ഒരുപാട് ടേസ്റ്റ് ചെയ്തു. മാംഗോ റൈസ് അടിപൊളിയായിരുന്നു. പിന്നെ ഇളനീർ സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നു, ഡ്രിങ്ക്. പിന്നെ തായ്ലൻഡിൻ്റെ മാങ്ങ, അതൊരു സംഭവം തന്നെയാണ്. അത്ര ടേസ്റ്റുള്ള മാങ്ങ നമ്മൾ കേരളത്തിൽ പോലും കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഒരു ബോട്ട് അലങ്കരിച്ച് ഫ്ലവേഴ്സ് കൊണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു കല്യാണം, മണവാളനും മണവാട്ടിക്കും വേണ്ടിയുള്ള ഇറങ്ങേണ്ട സ്ഥലമായി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങാറായി. ഇത് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. കണ്ടില്ലേ, കുറേ ഷോപ്സുകൾ, സ്വീറ്റ്സിൻ്റെ, തായ്ലൻഡ് സ്പെഷ്യൽ സ്വീറ്റ്സ്. പിന്നെ രാത്രിയായി, രാത്രി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ മ്യൂസിക്കൊക്കെ കേൾക്കാം നമുക്ക്. തായ് മ്യൂസിക്കാണത്.
കണ്ടില്ലേ ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് ഫുൾ കളർഫുൾ. അങ്ങനെ ഒരു സൂപ്പർ ഡേ ആയിരുന്നു.